ആണുങ്ങളിൽ ഈ വണ്ണക്കൂടുതൽ അല്ലെങ്കിൽ ഒബീസിറ്റിയും അതേപോലെ ടെസ്റ്റോസ്റ്ററോൺ ലെവലും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ ഇത് ആക്ച്വലി ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ അധികം ആൾക്കാരും റിയലൈസ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ പൊതുവേ ഒത്തിരി പേർക്ക് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരത്തിലുള്ള ഹോർമോൺസ്, ഇപ്പോൾ പുരുഷ ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. അതുകൊണ്ടാണല്ലോ ആ പൗരുഷ്യവും വൈറ്റാലിറ്റി എല്ലാം ഉണ്ടാവുന്നത്, വിറിലിറ്റി എല്ലാം ടെസ്റ്റോസ്റ്ററോൺ കൊണ്ടാണ്. അതിൻ്റെ അളവ് ശരീരത്തിലെ ഫാറ്റുമായിട്ട് ആക്ച്വലി റിലേറ്റഡ് ആണ്. അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, കൊഴുപ്പ്, ഫാറ്റ്, ഈ ഫാറ്റ് സെൽസ്, ഇതിനകത്ത് ആരോമറ്റേസ് എൻസൈം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റോസ്റ്ററോൺ ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ മറ്റേതാക്കാൻ പറ്റും ഈ എൻസൈം ഉണ്ടെങ്കിൽ. ആരോമറ്റൈസ് എൻസൈം ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ആവും. അപ്പം എന്തുണ്ടാവും, പുരുഷന്മാർക്ക് ശരീരത്തിലുള്ള ടെസ്റ്റോസ്ട്രോൺ വലിയൊരു വിഭാഗം ഈസ്ട്രജനായിട്ട് മാറും. അപ്പം അവർക്ക് ടെസ്റ്റോസ്ട്രോൺ കുറയും, ഈസ്ട്രജൻ കൂടും. അപ്പോൾ ഈ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള ഇതിനകത്താണ് ഈ എൻസൈം ഉള്ളത്. അപ്പോൾ എത്ര ഫാറ്റ് കൂടുതലുണ്ടോ അത്രയും ഈ ടെസ്റ്റോസ്ട്രോൺ ഇതായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പൊതുവേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ എഫക്റ്റ് എല്ലാം കുറയും. അപ്പോൾ പിന്നെയും വണ്ണം വെക്കാനുള്ളൊരു സാധ്യതയും കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി ടെസ്റ്റോസ്റ്ററോൺ ആണ് അവരെ ഒരു ആക്റ്റീവ് ആക്കുന്നത്. അതായത് എക്സസൈസ് ചെയ്യാനോ, ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യാനോ, മൂവ് ചെയ്യാനോ, മസിൽ ബിൽഡ് ചെയ്യാനോ ഒക്കെ ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ഇത് കുറയുമ്പം മസിൽ കുറയുമ്പം പിന്നെയും ഫാറ്റ് കൂടി, ഇതൊരു സൈക്ലിക്കലായിട്ട് കൂടിക്കൂടി വരും. അപ്പോൾ ഈസ്ട്രജൻ കൂടുമ്പം ആ ഫെമിനൈനായിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് കൂടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കൊഴുപ്പുള്ള പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നത് മാത്രമല്ല, ഈസ്ട്രജൻ്റെ കൂടുമ്പം അതിൻ്റേതായ വ്യത്യാസം ശരീരത്തിലുണ്ടാവും, ആ ബിഹേവിയറിലുണ്ടാവും, ആ തോട്ടിലുണ്ടാവും, പിന്നെ സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ എടുത്തറിയാം. അപ്പോൾ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണശേഷി കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നോക്കുമ്പോൾ ഇതുമായിട്ട് നല്ല റിലേഷനുണ്ട്.